ജനൽ ചില്ലുകൾ തകർന്ന് മുറി മുഴുവൻ ചിതറി. പെട്ടെന്നുള്ള ആക്രമണമായതുകൊണ്ട് ശ്രാവൺ ഭയപ്പെട്ടിരുന്നു. ആരാടത്? അവൻ പുറത്തേക്ക് നോക്കി ഉറക്കെ ചോദിച്ചു. പക്ഷേ അവിടെ ആരെയും അവൻ കണ്ടില്ല. തെരുവ് വിജനമായിരുന്നു. ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് വലിയൊരു കല്ല് അവന്റെ തലയിൽ തൊട്ടില്ല എന്ന രീതിയിൽ അകത്തേക്ക് വന്നു വീണത്. ശ്രാവൺ ഭയന്ന് പുറകിലേക്ക് നീങ്ങി. ഒരൽപ്പം കൂടി അപ്പുറത്തായിരുന്നു താൻ നിന്നതെങ്കിൽ ആ കല്ല് ഉറപ്പായിട്ടും തന്റെ തല തകർത്തേന് അവൻ ചിന്തിച്ചു. ആരാടാ അവിടെ? അവൻ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. അതോടൊപ്പം ഒന്നുകൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മാസ്ക് ധരിച്ച ഒരാൾ ഓടിപ്പോയിട്ട് കുറച്ചപ്പുറത്തായി നിർത്തിയിട്ട ബൈക്കിന് പുറകിൽ കയറുന്നത് അവൻ കണ്ടു. ശ്രാവൺ അതാരാണെന്ന് നോക്കാനായി പുറത്തേക്കിറങ്ങി ഓടി. പക്ഷെ അപ്പോഴേക്കും അയാൾ ആ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടിരുന്നു. ആ മഴയിലൂടെ ബൈക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ മുഴുവനും ശ്രാവണിന് മേലെയായിരുന്നു. അല്പം കൂടി ബൈക്ക് മുന്നോട്ട് പോയപ്പോൾ ശ്രാവൺ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തിളങ്ങുന്നത് വ്യക്തമായി കണ്ടു. തന്റെ നേരെ ഉണ്ടായ വലിയൊരു ആക്രമണമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ ശ്രാവൺ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി. എത്ര പേരാ അവിടെയുള്ളെന്ന് അറിയില്ല, എന്തിനു വേണ്ടിയാണെന്നും അറിയില്ല. അവൻ സോഫയിൽ പോയി തളർന്നിരുന്നു. ഓരോ ദിവസവും ചെല്ലുന്തോറും ജീവിതം കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. ഇതുപോലെ ആക്രമിക്കാൻ വരാൻ മാത്രം ആർക്കാ തന്നോട് ഇത്രയ്ക്ക് പക? ശ്രാവൺ ചിന്തിച്ചു. അപ്പോഴാണ് വീണ്ടും അവന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ശ്രാവൺ ഫോൺ അറ്റൻഡ് ചെയ്തു. അത് ശ്രീനിവാസനായിരുന്നു. ശ്രാവൺ, നാളെ നിന്നെ കോളേജിൽ വന്ന് കാണുവാൻ മേഘനാഥൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറയണം? ശ്രാവൺ ഫോണും കൊണ്ട് പുറത്തേക്കിറങ്ങി. വേണ്ടങ്കിൾ, മേഘനാഥൻ ഈ നഗരത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ്. എനിക്കാണെങ്കിൽ കോളേജിൽ ഒരു സാധാരണക്കാരന്റെ ഇമേജാ. അങ്ങനെയുള്ള ഒരാളെ, മേഘനാഥനെ പോലെ ഒരാൾ കോളേജിലേക്ക് വന്ന് കാണുന്നത് ഒട്ടും ശരിയാവില്ല. അതിന്റെ പേരിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിനൊന്നും ഉത്തരം പറയാൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല. ഒരു കാര്യം ചെയ്യാം, മേഘനാഥൻ എവിടെയാ ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ അവിടെ ചെന്ന് കണ്ടോളാം, ശ്രാവൺ പറഞ്ഞു. ശ്രാവൺ, ഇന്ദ്രപ്രസ്ഥ എന്ന വലിയ ബിസിനസ് കുടുംബത്തിന്റെ അനന്തരാവകാശി വേറെ ഒരു സ്റ്റാഫിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകരുതെന്ന് തന്നെയാ ഇപ്പോഴും എന്റെ അഭിപ്രായം. അയാള് നീയുള്ള സ്ഥലത്തേക്ക് വരണം. അത് കേട്ട് ശ്രാവൺ ഒന്ന് ചിരിച്ചു. എങ്ങനെയായാലും ഞങ്ങൾ തമ്മിൽ കണ്ടാ പോരെ, അതിന് ഞാൻ അങ്ങോട്ട് എന്നാലും മതി. നിലവിൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ദേവ് അസോസിയേറ്റ്സ് എന്ന ബിസിനസ് സാമ്രാജ്യം ഞാനിപ്പോ ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ടിപ്പോ ഞാൻ മേഘനാഥനെ അങ്ങോട്ട് പോയി കാണുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുമല്ല, എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ട ആളാ മേഘനാഥൻ. അങ്ങനെ ഒരാളെ അവിടെ പോയി കാണുന്നതിന് എന്താ ഒരു തെറ്റ്? ശ്രാവൺ പറഞ്ഞത് കേട്ടപ്പോ ശ്രീനിവാസന് സന്തോഷം തോന്നി. ഒപ്പം അല്പം അഭിമാനവും. ഈ 7 വർഷം കൊണ്ട് അവൻ ജീവിതത്തെക്കുറിച്ച് നന്നായി പഠിച്ചിരിക്കുന്നു. മാത്രമല്ല, പ്രായത്തിനേക്കാൾ ഏറെ പക്വതയും വന്നിരിക്കുന്നു. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറ്റെല്ലാ കാര്യത്തിലും ഇപ്പോ സമ്പന്നനാണ് ശ്രാവണെന്ന് ശ്രീനിവാസന് തോന്നി. വലിപ്പ ചെറുപ്പമില്ലാതെ നീ എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ടെന്നോർത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് മോനെ. നീ അങ്ങോട്ട് ചെന്ന് കാണുന്ന മേഘനാഥനോട് ഞാൻ പറഞ്ഞേക്കാം. ശ്രീനിവാസൻ ഫോൺ കട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ശ്രാവണിന് ജനൽ ചില്ലുകൾ ആരോ തകർത്ത കാര്യം ഓർമ്മ വന്നത്. അങ്കിൾ, ഒരു മിനിറ്റ്. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലെ അംഗമാണെന്നുള്ള കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? അല്പം ഗൗരവത്തോടെ ശ്രാവൺ ചോദിച്ചു. ഏയ് ഇല്ല, അതൊന്നും അവിടെ ആരും അറിയാൻ വഴിയില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചത്? ചെറിയൊരു പരിഭ്രമത്തോടെ ശ്രീനിവാസ് ചോദിച്ചു. ഇപ്പോ എന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടായി, ശ്രാവൺ പറഞ്ഞു. ആക്രമണോ? എന്താ എന്താ പറ്റിയേ? ശ്രീനിവാസ് ഞെട്ടലോട് ചോദിച്ചു. അതെ അങ്കിൾ, ഒരു 10 മിനിറ്റ് മുന്നേ 2 പേരുണ്ടായിരുന്നു. ഒരാള് ബൈക്കിൽ തന്നെ ഇരുന്നേ ഉള്ളൂ. രണ്ടാമത്തവനാ ഇവിടെ വന്ന് കല്ലെടുത്ത് ജനലിലൂടെ റൂമിലേക്ക് എറിഞ്ഞത്. ആളെ വ്യക്തമായി കണ്ടില്ലെങ്കിലും അവന്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നത് ഞാൻ കണ്ടു, ശ്രാവൺ പറഞ്ഞു. ശ്രാവൺ, നീ ടെൻഷൻ അടിക്കണ്ട. അതാരായാലും ഞാൻ കണ്ടെത്തിയിരിക്കും. പിന്നെ നിന്റെ സംരക്ഷണത്തിനായി ഒരു സെക്യൂരിറ്റി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം.
ശ്രീനിവാസ് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോ സെക്യൂരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല അങ്കിൾ. അതാരാ ചെയ്തെന്ന് അതെനിക്കറിയണം, അത് മാത്രം മതി. അങ്ങനെ ശ്രാവൺ പറഞ്ഞു നിർത്തിയ ശേഷം ശ്രീനിവാസ് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആ പിന്നെ ഒരു കാര്യം, നാളെ നിനക്ക് ഹോട്ടൽ ഗ്രീൻ ലീഫിലേക്ക് വരാൻ കഴിയുമെന്ന് ചോദിച്ച് മേഘനാഥൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നാളെ അവിടെ ചെറിയൊരു മീറ്റിംഗും ലഞ്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. നിനക്ക് ആ സമയം കംഫർട്ട് അല്ലെങ്കിൽ പറഞ്ഞോ, നിന്റെ ഇഷ്ടത്തിന് മറ്റൊരു സമയം നമുക്ക് ഫിക്സ് ചെയ്യാം. ഞാനൊരു 1 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിക്കോളാന്ന് പറയും. അതും പറഞ്ഞ് ശ്രാവൺ ആ കോള് കട്ട് ചെയ്തു. പിന്നെ അവൻ നിലത്ത് ചിതറിക്കിടക്കുന്ന ചില്ല് കഷ്ണങ്ങളെല്ലാം പെറുക്കി ഡസ്റ്റ്ബിന്നിലേക്കിട്ട് അവിടമെല്ലാം വൃത്തിയാക്കി. ബെഡിലേക്ക് വന്നു കിടന്ന് മേഘയെ പറ്റി ഓർത്തു. പണ്ട് പണോ പദവിയോ ഒന്നുമില്ലായിരുന്നു തനിക്ക്. പക്ഷേ ഒരുപാട് സന്തോഷം നൽകാൻ മേഘ കൂട്ടിനുണ്ടായിരുന്നു. എന്നാ ഇപ്പോ പണവും പദവിയുണ്ട്. താൻ വിചാരിക്കുന്ന എന്തും നടത്തിത്തരാൻ കഴിവുള്ള ആളുകളും ഉണ്ട്. പക്ഷേ അവള് മാത്രമില്ല. എന്തിനാ മേഘ നീ എന്നെ ഇങ്ങനെ ചതിച്ചേ? പിന്നെ മെല്ലെ ബെഡിൽ കണ്ണുകൾ അടച്ചു കിടന്നു. അടുത്ത ദിവസം രാവിലെ നേരത്തെ ഉണർന്ന ഉടനെ തന്നെ എല്ലാവരും റെഡിയായിട്ട് കോളേജിലേക്ക് പോയി. ശ്രാവൺ വളരെ മടുപ്പോടെയാണ് കോളേജിലേക്ക് എത്തിയത്. സെക്കൻഡ് പീരീഡ് കഴിഞ്ഞപ്പോ ബോറടിച്ച് ഡെസ്കിൽ തലചായ്ച്ച് കിടക്കായിരുന്നു ശ്രാവൺ. അപ്പോഴാണ് വിപിൻ അങ്ങോട്ട് ഓടിയെത്തിയത്. ഇതെന്തോന്നാളിയാ, ഇപ്പൊ നിന്റെ ഓട്ടം ക്ലാസ്സിനകത്തോ ആയോ? വെപ്രാളത്തോടെ ഓടി വരുന്ന വിപിനെ കണ്ട് ശ്രീഹരി കളിയായി ചോദിച്ചു. എടാ നിന്റെ ചളി നിർത്ത്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എടാ ആ അർച്ചന പിന്നെയും ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടി, വിപിൻ അവരോട് പറഞ്ഞു. സ്വാഭാവികം, അർജുൻ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. എടാ നിന്റെ ലവർ വിദ്യയല്ലേ, നിനക്ക് അവളുടെ കാര്യം നോക്കിയാ പോരെ. നീ എന്തിനാ എപ്പോഴും അർച്ചന എന്ന് പറഞ്ഞ് നടക്കുന്നേ? പൊന്നളിയാ, നിനക്ക് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? ശ്രീഹരി ചോദിച്ചത് കേട്ട് വിപിൻ അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. എടാ നിന്റെ അളിഞ്ഞ തമാശ പറയാനുള്ള സമയമല്ല ഇത്. ഞാൻ പറയുന്നേക്ക്, അവൾ ഇന്നലെ ബൈക്കിന്റെ മുകളിൽ നിന്ന് വീണു. ഇപ്പോ എന്തൊക്കെയോ പറ്റിയിട്ട് ഹോസ്പിറ്റലിലാ, വിപിൻ പറഞ്ഞു. ആ അതങ്ങനാ, മഴ, നൈട്രേഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വിളിക്കുമ്പോ ചാടിക്കേറി പുറകെ പോയാ ഇങ്ങനൊക്കെ സംഭവിക്കും, ശ്രീഹരി പുച്ഛത്തോടെ പറഞ്ഞു. വിദ്യ അതും കേട്ടുകൊണ്ട് വന്നു. ശ്രീഹരി നീ ഒന്നും മിണ്ടാതിരിക്കോ? അർച്ചനയുടെ കൂടെ ആദിനാഥും വീണു, വിദ്യ പറഞ്ഞു. അത് കേട്ടതോടെ ശ്രീഹരിക്ക് ചിരി പൊട്ടി. ഓഹോ, എന്നിട്ട് ആ റോഡിന് എന്തെങ്കിലും പറ്റിയോ? ഞങ്ങളുടെ MLA കഷ്ടപ്പെട്ട് പണിത റോഡാ, അവനത് നശിപ്പിച്ചാണോ? ശ്രീഹരി വീണ്ടും പറഞ്ഞു. ശ്രീഹരി പ്ലീസ്, ഇന്നലെ 2 പേരും അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ദേ ഇപ്പൊ അർച്ചന 3ാമത്തെ തവണയാ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നെ. വിദ്യ പറഞ്ഞത് കേട്ട് അർജുൻ ശ്രീഹരിയെ നോക്കി പറഞ്ഞു. എടാ ഇന്നലെ അവൾ അങ്ങനെയൊക്കെ പെരുമാറിയെന്ന് കരുതി ഒരാപത്തിപ്പെടുമ്പോ നമ്മൾ പോകാതിരിക്കുന്ന മോശമല്ലേ? വാ നമുക്കൊന്നു പോയി അവളെ കണ്ടിട്ട് വരാം. ഒന്നുമില്ലെങ്കിലും ഇന്നലെ നമുക്ക് എല്ലാവർക്കും അവള് പാർട്ടിയൊക്കെ തന്നല്ലേടാ. ആ എന്നാ പിന്നെ ഒന്ന് പോയച്ചും വരാം. പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആ പെണ്ണ് വെറുതെ കിടന്ന് കയറ് പൊട്ടിക്കുന്നാവും, ശ്രീഹരി പറഞ്ഞു. ശ്രീഹരിയും അർജുനും വിപിനും പോകാനൊരുങ്ങി. പക്ഷെ ശ്രാവൺ അപ്പോഴും അവിടെ തന്നെ ഒന്നും മിണ്ടാതിരിക്കായിരുന്നു. വിപിൻ അവന്റെ അടുത്തേക്ക് ചെന്നു. എടാ അളിയാ നീ കൂടെ വാ, വിപിൻ ശ്രാവണിനോട് പറഞ്ഞു. ഞാൻ എങ്ങും വരുന്നില്ല. എന്നെ കണ്ട അവള് BP കൂടി, കൊളസ്ട്രോള് തലക്കടിച്ച് കയറി, കിഡ്നി ഫെയിലായി, അങ്ങനെയൊക്കെ പലതും പറയും. അതുകൊണ്ട് നിങ്ങളൊക്കെ അങ്ങ് പോയാൽ മതി. തലേന്നത്തെ അനുഭവം ഓർമ്മയിലുണ്ടായിരുന്നതുകൊണ്ട് വിപിൻ ശ്രാവണിനെ കൂടുതൽ നിർബന്ധിക്കാൻ നിന്നില്ല. അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോ ശ്രാവൺ കോളേജിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവനൊരു ഓട്ടോ കൈകാണിച്ച് നിർത്തി. ചേട്ടാ ഗ്രീൻ ലീഫ് ഹോട്ടലിലേക്ക് വിട്ടോ, ശ്രാവൺ ഓട്ടോക്കാരനോട് പറഞ്ഞു. അയാൾ ശ്രാവണിനെ ഹോട്ടൽ ഗ്രീൻ ലീഫിന് മുന്നിലേക്ക് എത്തിച്ചു. സിറ്റിയിലെ ഏറ്റവും പുതിയ സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടൽ ഗ്രീൻ ലീഫ്. പുതിയതായതുകൊണ്ട് തന്നെ അത്യന്താധുനിക സൗകര്യങ്ങളും സംവിധാനങ്ങളും കൊണ്ട് പ്രസിദ്ധമാണ് അവിടം. ഒറ്റ നോട്ടത്തിൽ തന്നെ സാധാരണക്കാർക്ക് പറ്റിയ സ്ഥലമല്ല അതെന്ന് ശ്രാവണിന് നന്നായി മനസ്സിലായി. ശ്രാവൺ ഓട്ടോയിൽ നിന്നിറങ്ങി ഹോട്ടലിനകത്തേക്ക് കയറാൻ നോക്കി. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി അവനെ തടഞ്ഞു.